ഷഡ്ഡീന്നല്ലാതെ കുറച്ച് സ്റ്റാൻഡേർഡ് വേർഡ് എന്തെങ്കിലും ഉണ്ടോ ചെക്കു? ഇല്ല ഇല്ല. ഇനിയും കൊതിയോടെ കാത്തിരിക്കാം ഞാൻ ആ ഡ്രസ് എടുക്കാനാ. ഹലോ, അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ജെന്നിക്ക് കിട്ടിയ കുറച്ച് ഗിഫ്റ്റ് ആണ് കാണിക്കാൻ പോകുന്നത്. ജെന്നിക്ക് ഒരു 1 മന്ത് കഴിഞ്ഞു, 40 ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ജെസ്സിയുടെ വീട്ടിലേക്ക് വന്നത്. അപ്പൊ നമ്മുടെ വീട് തമ്മിൽ ഒരുപാട് ദൂരം ഉള്ളതുകൊണ്ട് ഇവിടെയുള്ള കസിൻസ് റിലേറ്റീവ്സ് ഒക്കെ അത്ര എല്ലാവരും അങ്ങോട്ട് എത്തിയിരുന്നില്ല. അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോൾ നല്ല രസമായിരുന്നു. എല്ലാ ദിവസവും ഇവിടെ വിസിറ്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ഒരുപാട് ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ജെന്നിക്ക്. അപ്പൊ ഞാൻ ഇന്ന് അതാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പൊ അത് ജെന്നയുടെ ഗിഫ്റ്റ് ആയതുകൊണ്ട് അത് കാണിക്കാൻ ജെന്നക്കുട്ടിയും വന്നിട്ടുണ്ട് നമ്മുടെ പുതിയ വീഡിയോയില്. അപ്പൊ നമുക്ക് ആ ഗിഫ്റ്റുകൾ കാണാം. ഫസ്റ്റ് അപ്പൊ സായിക്ക് കിട്ടിയ ഡ്രസ്സ് കാണിക്കാം. ഇതാണ് സായിക്ക് കിട്ടിയ ഒരു ട്രൗസറും ഒരു ടീഷർട്ടും ഒരു ട്രൗസറും. നിങ്ങൾ ഈ കുഞ്ഞു കുട്ടികളുള്ള വീട്ടിൽ ബേബീസിനെ കാണാൻ പോകുമ്പോൾ ആ കുഞ്ഞു കുട്ടികൾക്കും കൂടി ഡ്രസ്സ് മേടിക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷം. ഇനി ആരും സായിക്കും കൂടി ഡ്രസ്സ് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞതല്ല, അങ്ങനെ വിചാരിക്കരുത് നിങ്ങൾ. എന്നാലും അത് അവർക്ക് സായിക്ക് ഭയങ്കര സന്തോഷം ഈ ഡ്രസ്സ് കിട്ടിയപ്പോൾ. അപ്പോൾ ഇതാണ് ആ ഒരു ഡ്രസ്സ്. പിന്നെ അതാ വളരെ ക്യൂട്ടായിട്ടുള്ളൊരു സ്ട്രോബെറി പ്രിന്റ് ഉള്ളൊരു ഡ്രസ്സ് ഉണ്ട്, കണ്ടോ? അതുപോലെ തന്നെ ഇതൊക്കെ ഇടാൻ കുറച്ചും കൂടി വലുതാവണം. അവളുടെ സൈസിലുള്ള ഡ്രസ്സേ ഇല്ല, ഡ്രസ്സൊന്നും കിട്ടിയിട്ടില്ല, എല്ലാം കുറച്ച് വലിയ സൈസാണ്. ഈ ഗേൾ ബേബീസിന്റെ ഡ്രസ്സ് ശരിക്കും ഭയങ്കര രസമാണ്. എനിക്കിവിടെ ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോൾ അവർ പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ഞാൻ കാത്തിരിക്കും, കാരണം അവർ കൊണ്ടുവന്ന ഡ്രസ്സ് കാണാൻ വേണ്ടിയിട്ട്. കാരണം സായിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഞാൻ കടയിൽ പോകുമ്പോൾ പെൺകുട്ടികളുടെ ഡ്രസ്സ് സെക്ഷനിലേക്ക് ഞാൻ ഇങ്ങനെ വിഷമത്തോടെ കാത്തിരുന്നിട്ടുണ്ട്. ഇനിയും കൊതിയോടെ കാത്തിരിക്കാം ഞാൻ ആ ഡ്രസ്സ് എടുക്കാനായി. അങ്ങനെ 3 വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ആ സൗഭാഗ്യം കിട്ടിയേക്കാണ്. ഇത് വേറൊരു ഡ്രസ്സാണ്. എല്ലാം നല്ല ക്യൂട്ടായിട്ടുണ്ട്. പിന്നെ എന്തിൻ്റെയൊക്കെയോ കുറെ ഷഡ്ഡികളുണ്ട്. ഇത് ഈ പേര് മാറ്റി വെച്ചാൽ നമ്മൾ ഇത് എങ്ങനെ പേരാക്കും? അതറിയില്ല, പക്ഷെ അറിയാൻ പറ്റുമായിരിക്കും. പിന്നെ അതാ വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു കോട്ടൺ ഫ്രോക്കാണിത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് പക്ഷെ കുറച്ച് അധികം വലുതാവണമെന്ന് തോന്നുന്നുണ്ട്. അവൾക്ക് ഒരു വയസ്സാവേണ്ടി വരുന്നതാണ് എൻ്റെ ഒരു നിഗമനം. ക്യൂട്ടായിട്ടുണ്ട്. ഈ ഒരു വയസ്സൊക്കെ ആകുമ്പോൾ കാലില് വെള്ളിപ്പാദസരമൊക്കെ ഇട്ട് ഇങ്ങനത്തെ ഡ്രസ്സ്, സ്ലീവ്ലെസ് ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ ഓടിപ്പോകുന്ന കൊച്ചുങ്ങളെ കാണാൻ നല്ല രസമല്ലേ? പിന്നെ വേറൊരു ഫ്രോക്ക് ഉണ്ട്. ഇതാണ് ഇതിന്റെ ഫ്രണ്ട്. ഇതിന്റെ ഇന്നറാണ് ഇതെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇതൊക്കെ പോപ്പീസിന്റെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സുകളാണ്. പിന്നെ അതാ 2 ഷഡ്ഡി ഉണ്ട്. ഒരു വയലറ്റ് ഷഡ്ഡി, ഒരു നീല ഷഡ്ഡി. ആക്ച്വലി ഇത് സായിക്ക് ഭാഗം, പക്ഷെ ഇതിന്റെ ഒരു ഗേൾ ഡിസൈൻ ആയതുകൊണ്ട് ഞാൻ സായിക്ക് ഇട്ട് കൊടുത്തില്ല, ജന്ന വലുതാവട്ടെ. പിന്നെ ഒരു ട്രൗസർ ഉണ്ട്. ഈ ട്രൗസർ എന്തിന്റെ ട്രൗസർ ആണെന്നാണ്. ഒരു ട്രൗസർ ഉണ്ട്. ഓ, ഇതാ ഒരു ഫാഷനാണ്. അവളൊരു ഫാഷൻ ഐക്കൺ ആവാൻ പോകുന്ന ഡ്രസ്സാണ്. കണ്ടോ? ഈ ഇന്ന ഓവർകോട്ടൊക്കെ ആയിട്ടുള്ള ഡ്രസ്സാണ്. ഒരു ബട്ടർഫ്ലൈ ഒക്കെ ഉണ്ട്. ട്രൗസർ അന്വേഷിക്കുക കേട്ടോ. ഇതാണ് അതിന്റെ ട്രൗസർ. നിങ്ങൾ ഈ കുട്ടികൾക്ക് ഡ്രസ്സ് കൊണ്ടുവരുമ്പോൾ ഒരിക്കലും അതെല്ലാം കൂടി ഒരു സ്ഥലത്ത് വയ്ക്കരുത്, കാരണം അതിന്റെ പേര് പിന്നെ മിസ്സാവും. പിന്നെ അതൊരു ക്യൂട്ട് ഫ്രോക്ക് ഉണ്ട്. ഇത് കൊള്ളാലോ. വളരെ ക്യൂട്ടായിട്ടുള്ള ഡ്രസ് ഉണ്ട്. നല്ല രസമുണ്ട് ഇത് കാണാൻ. പിന്നെ ഇതിന്റെ ഷഡ്ഡിയാന്ന് തോന്നുന്നു.
ഷഡ്ഡീനെ ഷഡ്ഡീന്നല്ലാതെ കുറച്ച് സ്റ്റാൻഡേർഡ് വേർഡ് എന്തെങ്കിലും ഉണ്ടോ ജഗ്ഗു? ഇല്ല, ഇല്ല. എനിക്കറിയില്ല. എന്ത് പറയുന്നത്? ബ്രീഫ് എന്ന് പറയുന്നത് ഈ ഷഡ്ഡി. ഷഡ്ഡി എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് വേർഡ് ആണ്. അതിപ്പോ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഏതാ? ഇത് കൊള്ളാം. ഹായ്. പിന്നെ ഏതാ? ഒരു ടോപ്പും ഒരു ട്രൗസറും ഉണ്ട്. ഇത് നല്ല ക്യൂട്ടായിട്ട്. ഈ കുട്ടികളുടെ ഈ നെറ്റ് ഡ്രസ്സുകൾക്കൊക്കെ ഈ നെറ്റ് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. എഴുതിയിട്ടുണ്ട്. ഈ ഡ്രസ്സ് ജനക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നുണ്ട്, കാരണം അപ്പൊ അവള് എഴുന്നേറ്റിട്ടുണ്ട്. ഒരു ബ്ലൂ ഡ്രസ്സ്. ഇത് നേരത്തെ കണ്ട ഒരു ഡ്രസ്സിന്റെ കളർ ചേഞ്ച്. അപ്പൊ ഇതും അതും തന്നത് ഒരാളാണ്. പിന്നെ അതാ ഒരു മിഡിയും ടോപ്പാണ്. ഇത് നല്ല ക്രോപ്പ് ടോപ്പ് ആകുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ഇടണമെങ്കിൽ ആള് കുറച്ചും കൂടി വലുതാകുന്നു. പിന്നെ അതാ വേറൊരു ഫ്രോക്ക്. ഇത് നമുക്ക് കിട്ടിയ എല്ലാം ഒരു ലൈറ്റ് കളേഴ്സാണ്. കുട്ടികൾക്ക് എല്ലാവരും എപ്പോഴും ലൈറ്റ് കളേഴ്സ് പ്രിഫർ ചെയ്യാം. പക്ഷെ എനിക്ക് ഭയങ്കര കളർഫുൾ ആയിട്ട് കുട്ടികൾ ഇരിക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ഇഷ്ടം. അങ്ങനെ പറയണ്ടല്ലോ, അപ്പൊ ഇവർക്ക് വിഷമാവും അല്ലേ? ഈ എല്ലാത്തിനും തലയാട്ടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അതായത് ബ്ലൂ ഡ്രസ് ഉണ്ട്. ഇതിനൊക്കെ ബോട്ടോ ഉണ്ട്. അപ്പൊ അതാ ഇത്രയും ഡ്രസ്സാണ് നമ്മൾ ജന്നയ്ക്ക് കിട്ടിയിരിക്കുന്നത്. കണ്ടോ? ഇനി എൻ്റെ നല്ലവളായ ജഗ്ഗു ഇതൊക്കെ മടക്കി വെച്ച് നമ്മളെ സഹായിക്കും. അവളൊരു നന്മയാണ്. സോ അപ്പോൾ ജന്നയ്ക്ക് ഇത്രയും ഗിഫ്റ്റ് ഉണ്ടെന്ന് എല്ലാവർക്കും താങ്ക് യു. ഇനിയും ഗിഫ്റ്റുകൾ നിങ്ങൾ കൊണ്ടുവരൂ, എല്ലാവരും കൊണ്ടുവരൂ. ഞാൻ അതൊക്കെ എൻ്റെ കുട്ടീനെ ഇടിയിപ്പിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഡു സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. ബൈ.